ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അത് സൺഡേ മിനി വ്ളോഗാണ് ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എണിച്ചിട്ട് പൈനാപ്പിൾ കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിക്കണം. ചായ പോലും കുടിച്ചിട്ടില്ല ഗൈസ്, വെറും വയറ്റിൽ പൈനാപ്പിൾ കഴിക്കാൻ വേണ്ടിയിട്ട് രാത്രി തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ആതിരെടുത്ത് കൊടുത്തപ്പോൾ ആതിര അത് കൃത്യമായിട്ട് ചെയ്തു ഗൈസ്. അപ്പോൾ ഞങ്ങളൊക്കെ കുളിച്ച് റെഡി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു ഗൈസ്. രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കി തന്നു അമ്മ, അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് സെറ്റായി. അപ്പോൾ ഞങ്ങളിന്ന് എവിടേക്കൊന്ന് പോയിച്ചാൽ ആർഷിക്ക് ഞങ്ങൾ കുറച്ച് ഗിഫ്റ്റ് കാര്യങ്ങളും അതുപോലെ തന്നെ മാരേജിൻ്റെ കുറച്ച് സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് കൊടുത്തിട്ട് വരാമെന്നുള്ള പ്ലാനിങ്ങാണ്. കാരണം മാരേജിൻ്റെ തിരക്കിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൺഡേ എല്ലാവരും കൂടി ഫ്രീ ആയിട്ടുള്ള സമയത്ത് നമുക്ക് ചെയ്യാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആർഷിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് എത്തിയപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങണം പറഞ്ഞിട്ട് അവിടെ കടയിലൊക്കെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ അവൾ എന്തൊക്കെയോ വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ വീട്ടിൽ പോകുന്ന വഴിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ പോകണം. അപ്പോൾ റൂം എത്തിയപ്പോൾ ഞങ്ങൾ അത്യാവശ്യം നെട്ടി. അവൾ ഒരുപാട് കലാവിരുതുകൾ കാണിച്ച് വെച്ചിട്ടുണ്ട് അവളുടെ റൂമിൽ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ അവളെ ഇരുത്തിയിട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ട് വന്ന ഗിഫ്റ്റ്, അതായത് ഞങ്ങളൊരു ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്കൊരു ഇയറിങ്സ്, ഡയമണ്ടിൻ്റെ ഒരു ഇയറിങ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ അവൾക്ക് കൊടുത്തു. ആക്ച്വലി അവൾ സർപ്രൈസ് ആവില്ല എന്ന് വിചാരിച്ചു, പക്ഷേ സത്യത്തിൽ അവൾ സർപ്രൈസ് ആയപ്പോൾ സത്യത്തിൽ ഞങ്ങൾ സർപ്രൈസ് ആയിരുന്നു തന്നെ സത്യം പറയാം. അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് അവൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ആ ഗിഫ്റ്റ് അമ്മയ്ക്ക് കൊടുത്ത് അമ്മ സർപ്രൈസ് ആവുമോ എന്നുള്ള അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ അമ്മനെ വിളിച്ചിട്ട് ശരി, അമ്മ ഗിഫ്റ്റ് കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി ഗോൾഡാണെന്നുള്ളത്. അപ്പോൾ അമ്മ എന്തിനാണ് നിങ്ങൾ ഗോൾഡ് വാങ്ങിച്ചിട്ട് വന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളത് പറഞ്ഞു ഗോൾഡ് അല്ലമ്മ ഡയമണ്ടാണ് പറഞ്ഞപ്പോൾ അമ്മ അങ്ങോട്ട് ഷോക്കായി. അയ്യോ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് വേണ്ടിയിട്ട് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ചെയ്തണമ്മ, അതൊക്കെ അതവിടെ കിടക്കട്ടെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോവുകയാണ് ഗൈസ്, ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ കേക്ക് കട്ട് ചെയ്യാൻ വെച്ചിട്ട് ഞങ്ങൾ കേക്ക് കഴിച്ചു. അപ്പോൾ അതാണല്ലോ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവളുടെ ഫേവറേറ്റ് ചോക്കോ ട്രഫിൾ കേക്ക് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കഴിക്കും, അതായത് ഞങ്ങൾക്ക് തരുന്ന വിചാരിച്ചു. ആക്ച്വലി കട്ട് ചെയ്ത് അവൾ തന്നെ കഴിച്ചു. ഇതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഞങ്ങൾക്ക് ഷെയർ അങ്ങനെ സ്നേഹങ്ങൾ പങ്കുവെക്കില്ലേ, അതുപോലെ ഞങ്ങൾ കേക്കുകൾ ഷെയർ ചെയ്തു. പിന്നെ കുറച്ചധികം ഫോട്ടോസ് എടുത്തു. ഞങ്ങൾക്കൊരു 19 ഫോട്ടോ എടുത്താലേ ഒരു 10 ഫോട്ടോ ശരിയാവുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നിന്നിട്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മാറി നിന്നിട്ട് അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതിൻ്റെ കുറേ ഫോട്ടോസാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. എല്ലാ ഫോട്ടോസും നന്നായിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചത്ര കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ള രീതിക്കൊക്കെ കുറേ ഫോട്ടോസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഭയങ്കര ക്ഷീണിച്ചു. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഏട്ടൻ ഒരു ഫാൻറ്റ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ അതും കൂടി ഞങ്ങൾ കുടിച്ചിട്ട് അവിടെ കുറച്ച് നേരം അങ്ങനെ കൂടെ നിന്നു. പിന്നെ ആശയുടെ വീട്ടിൽ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, കല്യാണത്തിന് തിരക്കിൽ. അപ്പോൾ ഇവർ വന്ന ഡ്രസ്സിലൊക്കെ പെയിൻ്റ് ആക്കി ഗൈസ്. പിന്നെ അതിട്ട് അവിടെ തുടച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാമെന്നുള്ള പ്ലാനിങ് ആയി. അപ്പോൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാനും ആർഷ ഒരു വണ്ടിയിലും പിന്നെ ആതിരയും ഒരു വണ്ടിയിലായിരുന്നു. അപ്പോൾ അവൾക്ക് ഒരാളെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവൾ കൂട്ടാൻ വേണ്ടി സ്റ്റോപ്പിൽ വന്നു. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ മൂന്നാളും ഒരുമിച്ച് വണ്ടിയിൽ പോകുന്ന വഴിക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഇനിയിപ്പോൾ അടുത്തേക്ക് കല്യാണത്തിലേക്കുള്ള പ്ലാനിങ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനാലോചിച്ച് ഞങ്ങളങ്ങനെ പറഞ്ഞിട്ട് പോവായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ വീടെത്തിയപ്പോൾ ഇവർ തിരിച്ചു പോകാമെന്നുള്ളത് മട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആദ്യം തന്നെ ഇവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തു. കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചില്ല, അവിടെ കുറച്ച് തിരക്കുള്ളത് കൊണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് വന്നിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ വെജിറ്റേറിയൻ തന്നെയായിരുന്നു. അപ്പോൾ സാമ്പാർ, മുളക് വറുത്തതും പപ്പടവും ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് അവരവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, ടാറ്റ. അങ്ങനെ എൻ്റെ അടുത്ത് ടാറ്റ പറഞ്ഞിട്ട് ഇറങ്ങി ഗൈസ്. പിന്നെ ഞാൻ പോസ്റ്റായി, അത്രേ ഉള്ളൂ.